നമ്മളൊരു ലൈറ്റ് ആയിട്ട് ഒരു ഹിപ്നോട്ടിസ്റ്റ് ആവും സംസാരിക്കുന്നത്. നമ്മളതിൽ സംസാരിക്കുമ്പോൾ അവര് നമ്മൾ ചെയ്തു എന്നല്ല പറയുന്നത്, ഒരു കമ്പാഷൻ. അവർക്ക് നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് വരെ അറിയാം. മാലാ പാർവതി പറയുന്നത് ശരിയാണ്, ഇപ്പൊ ചിന്തിക്കുന്നത് ശരിയാണ്. ഒരു ഭയങ്കര സൈക്കോളജിക്കൽ ചേഞ്ച് നമ്മളിൽ വരുത്തും. എന്നെ വിളിച്ച ഒരു 50 പേര് വിളിച്ച 50 പേർക്കും അവരുടെ സംസാരം കേട്ടാൽ അവർ അന്ന് രാത്രി ഉറങ്ങില്ല, അല്ലെങ്കിൽ അന്ന് രാത്രി ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു പോകും എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് അവർ എന്നോട് സംസാരിക്കുക. ശരിക്കും അതിന്റെ ഒന്നും ആവശ്യമില്ല. അതെ സാർ, അതൊരു അവരുടെ സംസാരിക്കുന്നതിന്റെ ഒരു താളം, അവര് സംസാരിക്കുന്നതിന്റെ ഒരു മോഡുലേഷൻ, ഇതൊക്കെ നമുക്ക് ഇപ്പൊ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ഇപ്പൊ എനിക്ക് DHL കോള് വന്നു. എനിക്ക് DHL ഞാൻ മുമ്പ് ഒരു കൊറിയർ UK വാങ്ങിച്ചപ്പോ അത് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അതേ പ്രോസസ്സിലാണ് ഇവരെന്നെ വിളിച്ചത്. എനിക്ക് അതും ഇത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത് എൻ്റെ അമ്മ, ഞാൻ കുട്ടിക്കാലത്ത് ഒരു IT ഓഫീസർ അല്ലെ നമ്മളിവിടെ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടന്നിട്ടുണ്ട്. പെട്ടെന്ന് കുറെ പേര് വന്ന് വാതിലെല്ലാം പെട്ടെന്ന് അടച്ചിട്ട് അച്ഛനൊന്ന് UK US പോയേക്കുമായിരുന്നു. പെട്ടെന്ന് എല്ലാവരും ഞങ്ങള് കുട്ടിക്കാലത്ത് അമ്മ ഇങ്ങനെ ആക്കിയിട്ട് മുറി കയറാൻ പാടില്ല, അങ്ങനെ. അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞോണ്ടല്ലോ ഇവർ ഇൻകം ടാക്സ് അവരുടെ ഐഡിയ ആരും കാണിച്ചു. അപ്പൊ ആ അനുഭവമൊക്കെ എനിക്ക് ഞാനൊന്ന് 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ഒന്ന് പഠിക്കുകയാണ്. അപ്പൊ അല്ല, മേ ബി 5ാവട്ടെ പഠിക്കുകയാണ്. അപ്പൊ എനിക്ക് ആ ഓർമ്മയെല്ലാം ഉണ്ട്. അപ്പൊ ഇതിൽ ആരെയാണ് നമുക്ക് പ്രൈം മിനിസ്റ്റർ അവിടെ നിന്നുള്ള കോളും ഗവൺമെന്റിന്റെ കോളും HDFCയുടെ കോളും SBIയുടെ കോളും എല്ലാം നമ്മുടെ ഫോണിൽ തന്നെ വരിക. ഇതേപോലെയാ വരിക. ഹൗ ഡു വി ഡിഫറൻഷിയേറ്റ്? നമുക്ക് ഈ ഒരു നമ്മൾ ഏതോ ഒരു അവസ്ഥ, ഞാൻ പറഞ്ഞില്ലേ രാത്രി മുഴുവൻ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിരുന്ന ഒരു അവസ്ഥയാണ്. ഇത് പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമൊന്നും അതല്ല പാർവതി. ഇതിനകത്ത് പെട്ടുപോകുന്നവര് അവർക്ക് ബുദ്ധി വിവരം ഇല്ലാത്തതുകൊണ്ടല്ല, അനുഭവമാണ്. ഞാനിത് എല്ലാ മിനിറ്റ് ഗൂഗിൾ ചെയ്തോണ്ടിരിക്കും. കാരണം ഇതിനകത്ത് ഇത് പേടിച്ചിട്ടാണ് നമ്മൾ മണ്ടനാണെന്നോ അല്ലെ മണ്ടിയാണെന്നോ സമൂഹം വിധി എഴുതുന്നു വിചാരിച്ചിട്ടാണ് ആൾക്കാർ ഇത് പുറത്ത് പറയാത്തത്. ഞാൻ എല്ലാ മിനിറ്റ് ഗൂഗിൾ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അവർ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ യെസ് ആണ് വന്നോണ്ടിരുന്നത്. ആധാർ വെച്ച് വീഡിയോ ചെയ്തെടുക്കാൻ പറ്റുമോ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഞാൻ ഇതിങ്ങനെ ഗൂഗിൾ ചെയ്തോണ്ടിരിക്കുക. അക്കൗണ്ട്സ് വാങ്ങിക്കുന്നുണ്ടോ, വാങ്ങിക്കപ്പെടുമോ, വാങ്ങിക്കാം. എന്റെ അക്കൗണ്ട് വേറെ ആരോ എന്റെ പേരിൽ വിറ്റു എന്ന് പറഞ്ഞാൽ അത് ഇല്ലെന്ന് ഞാൻ എങ്ങനെ അറിയും? അപ്പൊ ഇത് റിയൽ ആയിട്ടുള്ള ക്രൈം തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞില്ലേ സംഘത്തിൽ വല്ല മലയാളികളും ഉണ്ടെങ്കിൽ പണി ഇപ്പൊ നിർത്തിയേക്കണം. ഞാനിപ്പോ സാറേ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഹിന്ദി ഇംഗ്ലീഷും എനിക്ക് അറിയത്തില്ല. ആര് വിളിച്ചാലും എന്തുവാ എങ്കുവാ അറിയാൻ പറ്റില്ല. ആര് ചോദിച്ചാലും മലയാളം പത്രം സൈക്കോളജിയിൽ PhD ഉള്ള കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വൈദികൻ, അദ്ദേഹം 2 ദിവസം വെർച്വൽ അറസ്റ്റിലായി. ഇത് ആർക്കും സംഭവിക്കാം. നമുക്കറിയാമല്ലോ, ക്രിമിനൽ ലോയർ അദ്ദേഹത്തെ ശാസ്തമംഗലം അജിത് സാർ, അജിത് സാറിന് 2 കോടിയുണ്ട് പോയത്. അങ്ങനെ ഒത്തിരി പേർക്ക് നമ്മുടെ 2 കോടി കേരളവുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല. ഇതൊരു ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ആണ്. നമ്മൾക്ക് രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധയുള്ള ആളാണെങ്കിൽ നമ്മൾ അവിടെ പെട്ടുപോകും. കാരണം നമ്മൾ രാജ്യത്തിനെ ഒരിക്കലും ചതിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.